ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും ഈ പുഴുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാമെന്ന്. എങ്കിലും ഇടുക്കിക്കാരി എന്ന ചാനലിലൂടെ നമുക്ക് ഒരുമിച്ച് ഈ പുഴുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യണം. നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ്സ് പറയാനും മറന്നു പോകരുത്. അപ്പോൾ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്കപ്പുഴുക്കാണ്. ഇത് ചക്കയുടെ സീസണാണ്. അപ്പം നമുക്ക് ചക്കച്ചുളയൊക്കെ കിട്ടിത്തുടങ്ങി. അപ്പം നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി നോക്കാം. ഇനി ഇതെങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു ചക്കയുടെ പകുതിയോളം ഉണ്ട്. ഇവിടെയൊക്കെ ചക്ക കീണ്ടുക എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചക്ക പുഴുക്കുണ്ടാക്കാനായിട്ട് അരിഞ്ഞെടുക്കുന്നത്. ചക്ക അരിഞ്ഞെടുക്കുന്നതൊക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആവാം. ഈ രീതിയിലാണ് നിങ്ങൾ ചക്ക അരിഞ്ഞെടുക്കുന്നതെങ്കിൽ ഫിംഗർ ക്യാപ്പ് ഇടണം, കാരണം കൈ മുറിയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം എല്ലാവരും ചെയ്യാനായിട്ട്. ചക്കച്ചുള അരിഞ്ഞു വെച്ചതിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഇടത്തരം തേങ്ങ മുഴുവൻ ചിരണ്ടി എടുത്തതാണിത്. അതുപോലെ തന്നെ 4-5 പച്ചമുളക്, 10-12 കഷ്ണം ചുവന്ന ഉള്ളി, 5-8 കഷ്ണം വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ ചക്ക അരിഞ്ഞു വെച്ചതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് ഈ അരപ്പെല്ലാം ഇതിനോടൊപ്പം തന്നെ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുത്ത അരപ്പാണ്. ചക്ക വേവിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം, അതായത് എത്രത്തോളം തേങ്ങ ചേർക്കാൻ പറ്റുമോ അത്രത്തോളം തേങ്ങ ചേർക്കുക. അത് ഇതിൻ്റെ രുചിയെ കൂട്ടുന്ന ഒന്നാണ്. ഇനി ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഞാനിപ്പം ഒഴിക്കുകയാണ്. ഇതിന് തന്നെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്താണ് ഞാൻ അരച്ചു വെച്ചത്. 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ വേനൽക്കാലമായതിനാൽ ചക്കയ്ക്കകത്ത് അധികം വെള്ളമൊന്നും കാണുകയില്ല. അപ്പോൾ കുക്കറിനകത്ത് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള, അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഈ ചക്കപ്പുഴുക്ക് നമുക്ക് ഉപയോഗിക്കാനേ പറ്റില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് ഇളക്കുന്ന സമയത്ത് ചേർക്കാം. ഇനി നമ്മൾ ഈ കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ വരുന്നിടം വരെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നിങ്ങൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ചുകൊള്ളുക. അതിനുശേഷം വെന്ത് കഴിയുമ്പോൾ വെള്ളം കൂടുതലാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ഇളക്കാതെ അതുപോലെ തന്നെ കുക്കറിൻ്റെ അടപ്പ് തുറന്നു വെച്ച് അത് പറ്റിച്ചെടുത്താൽ മതി. അതിനകത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം ഞാൻ എന്തായാലും ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ഇത് 1 വിസിൽ കേൾക്കുന്നിടം വരെ വെച്ച് വേവിച്ചെടുക്കട്ടെ. കുക്കറിൽ 1 വിസിലടിച്ചതിന് ശേഷം അതിൻ്റെ ആവിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷമാണ് ഞാനിപ്പോൾ തുറക്കുന്നത്. ഒറ്റ വിസിൽ മാത്രമേ ഇതിൽ അടുപ്പിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഇത് തുറന്ന് ഇളക്കിയെടുക്കാം. വെള്ളം വറ്റിയോ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പം കുക്കറിൽ വെള്ളം ഉള്ളതായിട്ട് കാണുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നേരോടെ സ്റ്റൗവിൽ വെച്ചാൽ മതി. അപ്പോൾ വെള്ളം മുഴുവൻ വറ്റിപ്പോക്കോളും. അതിനകത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി ഇത് വേവിച്ചെടുത്തപ്പോൾ സ്റ്റൗവിൽ ഫ്ലെയിം ഫുള്ളായിട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത്. അത് നിങ്ങളോട് ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു. അത് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇനി നമുക്ക് ഈ അരപ്പ് ഈ പുഴുക്കിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചക്കപ്രേമികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന സ്മെല്ലാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ തേങ്ങയുടെ അരപ്പ് നന്നായിട്ട് ഞാൻ ചക്കയിലോട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് വറുത്ത് ചേർക്കാം. ഇതുപോലുള്ള ഒരു സ്പൂൺ എണ്ണയാണ് ഞാൻ കടുക് വറുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-6 ഉള്ളി ചതച്ച് വെച്ചതാണ്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കടുക് വറുത്തത് നമുക്ക് ചക്കപ്പുഴുക്കിലോട്ട് ചേർക്കാം. കടുക് വറുത്തത് പുഴുക്കിലോട്ട് നമുക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിത് ഒരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇന്ന് നമ്മൾ കുക്കറിൽ തയ്യാറാക്കിയ ചക്കപ്പുഴുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചക്കപ്പുഴുക്ക് പോലുള്ള നാടൻ വിഭവങ്ങൾ ഇഷ്ടമുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. നിങ്ങളും ദയവായി കുക്കറിൽ തന്നെ ചക്കപ്പുഴുക്കൊന്നുണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.